നമസ്കാരം അർപ്പി. നമസ്കാരം. ഇറാനിൽ മസൂദ് പെഷഷ്കിയാൻ രാജിവെച്ചിരിക്കുകയാണ്. IRGCയുടെ നിരന്തരമായ സമ്മർദ്ദത്തിനൊടുവിലാണ് രാജിവെച്ചത്. വലിയ രാഷ്ട്രീയ അനിശ്ചിതത്വം ഏറെക്കാലമായിട്ട് ഇറാനിൽ നിലനിൽക്കുകയായിരുന്നു. മുജ്തബ ഖമനായി ഭരണം നടത്തുവാൻ പറ്റാത്ത ഒരു ആരോഗ്യ സ്ഥിതിയിലും കൂടി ആയതുകൊണ്ട് IRGC ആയിരുന്നു പൂർണ്ണമായും ഭരണം കൈകാര്യം ചെയ്തിരുന്നത്. IRGCയെ സംബന്ധിച്ചിടത്തോളം വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു മതഭരണകൂടമാണ്. മസൂദ് പെഷഷ്കിയാനെ പോലൊരു മിതവാദി അവർക്ക് അംഗീകരിക്കുവാൻ കഴിയില്ല. ആ രീതിയിൽ വളരെ സ്ട്രിക്റ്റായ മത നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇറാൻ ഭരണ സംവിധാനത്തിലേക്ക് മാറുകയാണ്. അത് ഒരുപക്ഷെ ഇപ്പോൾ നിലനിൽക്കുന്ന അസ്ഥിരതയേക്കാൾ വലിയൊരു അസ്ഥിരത പശ്ചിമേഷ്യയിൽ സംഭവിക്കുകയും അതിൻ്റെ അലയൊലികൾ ഇപ്പോൾ പാകിസ്ഥാൻ തന്നെ ഇപ്പോൾ തന്നെ വളരെ വലിയ ഒരു അസ്ഥിരതയിലാണ്. ഭീകരവാദം മറ്റു കാരണം കൊണ്ട് 42-50% ഭീകരവാദ ആക്രമണങ്ങളാണ് പാകിസ്ഥാനിൽ ഉണ്ടായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ പാകിസ്ഥാനിലുള്ള അവിടുത്തെ ഭരണകൂടം, സൈനിക ഭരണകൂടം തന്നെ മറ്റു പല കാര്യങ്ങൾക്കും ഇറാനിൻ്റെ മുന്നിൽ അടിയറവ് പറയുകയാണ്. അവരെ കൊണ്ട് തന്നെ ഏകദേശം ഈ ബലൂചിസ്ഥാൻ മേഖലയിലേക്ക് ആക്രമണം പോലും അസീം മുനീറിൻ്റെ നേതൃത്വത്തിൽ നടത്തിയിരുന്നു. അപ്പോൾ ഈ രീതിയിൽ ആ മേഖല അസ്ഥിരതയിലേക്ക് മാറുമ്പോൾ ഇത് ലോകത്തിനൊരു വലിയ ഭീഷണിയായി മാറുകയല്ലേ? തീർച്ചയായിട്ടും. ഇപ്പോൾ ഹരി പറഞ്ഞതിൽ 2 രാജ്യങ്ങളുടെ വിഷയങ്ങൾ ഹരി പറഞ്ഞു. ഒന്ന് ഇറാൻ്റെ വിഷയം, 2 പാകിസ്ഥാൻ്റെ വിഷയം. ഇറാൻ്റെ വിഷയത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇറാനിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇറാൻ ടോട്ടലി ഡിവൈഡഡ് ആയിട്ടുള്ള വിഭജിക്കപ്പെട്ട ഒരു പോളിറ്റി, ഒരു രാഷ്ട്രീയ സമൂഹമാണ് അവിടെയുള്ളത്. ഒരു വശത്ത് മിതവാദികളായിട്ടുള്ള എന്നാൽ ഭരണകൂടത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആൾക്കാർ, അവരിൽ പലരും ഇപ്പോൾ ഈ പറഞ്ഞ പ്രസിഡൻ്റ് ഉൾപ്പെടെ പലരും മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ ഇറാൻ ആക്രമണം നടത്തുന്നതിനെതിരായിരുന്നു. ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ. പക്ഷേ മതഭരണകൂടത്തിൽ എപ്പോഴും മേൽക്കൈ കിട്ടിയിരിക്കുന്നത് ഈ തീവ്രവാദികൾക്കും സൈന്യത്തിനുമൊക്കെ ആയതുകൊണ്ട് ഇറാൻ്റെ നയങ്ങളെ അത് ബാധിച്ചില്ല എന്ന് മാത്രമല്ല, ഇറാൻ ഈ പറയുന്ന ഗൾഫ് രാജ്യങ്ങളിൽ എനിക്ക് തോന്നുന്നത് ഇനിയുള്ള കുറേ വർഷങ്ങളിലേക്ക് വലിയ തോതിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന, പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിൽ ഇറാൻ്റെയും ഗൾഫ് രാജ്യങ്ങളുടെയും ബന്ധം തന്നെ ശിഥിലമാക്കുന്ന തരത്തിലേക്ക് അത്തരം ആക്രമണങ്ങൾ പോയി. ഈ 2 കൂട്ടരും കൂടാതെ ഈ മതഭരണകൂടം തന്നെ മാറണം എന്നാഗ്രഹിക്കുന്ന മൂന്നാമതൊരു കൂട്ടരുമുണ്ട്. അപ്പോൾ ഈ അർത്ഥത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇറാൻ എപ്പോൾ വേണമെങ്കിലും ഇറാനിൽ ഒരു വലിയ വ്യത്യാസം അല്ലെങ്കിൽ ഒരു വലിയ റവല്യൂഷൻ ഉണ്ടാകാം. ഒരുപക്ഷെ ട്രംപ് ഭരണകൂടവും ശ്രമിക്കുന്നത് അതിനു വേണ്ടിയിട്ടായിരിക്കും. ഞാൻ ഈ ഇറാൻ യുദ്ധത്തെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ എനിക്ക് തോന്നുന്ന ഒരു കാര്യം, ഒരു ഇൻസ്റ്റെബിലിറ്റി ഉണ്ട് ആ യുദ്ധത്തിൻ്റെ കാര്യത്തിൽ. എന്ത് നടക്കുമെന്ന് നമുക്കറിയില്ല. അല്ലെങ്കിൽ ഇപ്പോൾ തീരുവെന്ന് തോന്നുമ്പോൾ അടുത്ത യുദ്ധം ഉണ്ടാവും, അല്ലെങ്കിൽ അടുത്ത ആക്രമണമുണ്ട്. ഇത് മനഃപൂർവ്വം സ്റ്റേജ് മാനേജ് ചെയ്യുന്നതാണ്. അല്ലാതെ ഇത് നമുക്കറിയാമല്ലോ, ഇപ്പോൾ 2 രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ഉണ്ടായാൽ അത് ഒന്നുകിൽ ആ യുദ്ധം തുടരും, മറുവശത്തൂടെ ട്രാക്ക് 2 ഡിപ്ലോമസിയിലൂടെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമം അണിയറയിൽ ചിലപ്പോൾ നടക്കും. പക്ഷേ യുദ്ധം തുടരുന്നു, യുദ്ധം അവസാനിക്കുന്നു, സമാധാന കരാർ ഒപ്പിടുന്നു, ബാക്കി കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യുന്നു. ഇതൊക്കെയാണ് നടക്കുന്നത്. ഇവിടെ അങ്ങനല്ല. ഇവിടെ ഒരു വശത്ത് സമാധാനം കുറേ ആൾക്കാർ പറയും, മറുവശത്ത് യുദ്ധം നടക്കും. മൊത്തത്തിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാനുള്ള ശ്രമമുണ്ട്. അത് വെറുതെയല്ല, അത് മനഃപൂർവ്വം സ്റ്റേജ് മാനേജ് ചെയ്ത ഇൻസ്റ്റെബിലിറ്റിയാണ്, ഓർഗനൈസ്ഡ് ഇൻസ്റ്റെബിലിറ്റിയാണ് ഇറാൻ യുദ്ധത്തിൻ്റെ കാര്യത്തിൽ നടക്കുന്നത്. അതിന് കാരണം ഒരു പക്ഷേ ഇറാനിലെ ഈ ബോയിലിംഗ് പോയിൻറ്റിലേക്ക് ഇറാൻ എപ്പോഴെങ്കിലും എത്തുമെന്നുള്ള ഒരു പ്രതീക്ഷ പല ആൾക്കാർക്കും ഉണ്ട്. അതായത് ഈ ഭരണകൂടം തകർന്ന് വീഴും എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട് പലർക്കും. ഒരു പക്ഷേ അതായിരിക്കാം. ഞാൻ പാകിസ്ഥാനെ കൂടി മാത്രം ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ. പാകിസ്ഥാൻ്റെ കാര്യം പക്ഷേ വ്യത്യസ്തമാണ്. ഇറാനെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന പോലെ നമ്മൾ പാകിസ്ഥാനെക്കുറിച്ച് ആക്ച്വലി ചർച്ച ചെയ്യുന്നില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്കാലത്തും നമ്മുടെ ശത്രുവാണ് പാകിസ്ഥാൻ. പാകിസ്ഥാൻ്റെ നിലനിൽപ്പ് തന്നെ ഇന്ത്യ വിരോധത്തിലുമാണ്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ പാകിസ്ഥാൻ തകരാതിരിക്കേണ്ടത് നമ്മുടെ കൂടി ഇൻട്രസ്റ്റിലേക്കാണ് എന്ന് കാര്യങ്ങൾ വന്നിരിക്കുന്നു. കാരണം ഈ പശ്ചിമേഷ്യ മുഴുവൻ തകർച്ചയുടെ വക്കിലാണ്. ഈ ഭരണകൂടങ്ങളെല്ലാം വലിയ തോതിൽ അസ്ഥിരത അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ തന്നെ ഏറെ ദുർബലമായ പാകിസ്ഥാന് കൂടി തകർന്നു വീണാൽ, അല്ലെങ്കിൽ പാകിസ്ഥാനിലെ ഭരണകൂടം വീണ് പാകിസ്ഥാനിലാകെ ഒരു
വലിയ ക്രൈസിസ് ഇപ്പോൾ ഉണ്ടായാൽ അത് ഭാരതത്തിന് ഗുണകരമായിരിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്ത് തോന്നുന്നു ഹരി? തീർച്ചയായും പാകിസ്ഥാൻ ഇത്തരം ഒരു അസ്ഥിരതയിലേക്ക് പോയാൽ, അവിടെ ഭരണമേ ഇല്ലാത്ത ഒരു ഘട്ടത്തിൽ ഭീകരവാദികൾ ഭരിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് പാകിസ്ഥാൻ പോകും. ആണവ രാജ്യം. അതെ, ആണവ രാജ്യം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത. ഇപ്പോൾ ഹെക്സേത്ത് കഴിഞ്ഞ സാംഗ്രില ഡയലോഗിനകത്തും പറഞ്ഞത് ഈ കാര്യമാണ്. അതായത് ഇന്ത്യ ഒരു സൂപ്പർ പവർ ആകുന്നതിൽ ഞങ്ങൾക്ക് ഒരു തരത്തിലുള്ള ആശങ്കയുമില്ല. പക്ഷെ പാകിസ്ഥാൻ സൂപ്പർ പവർ ആയാൽ അത് ലോകത്തിന് വലിയ ഭീഷണിയാണ്. സൂപ്പർ പവർ ഒന്നും ആവില്ല, വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ടിൻ്റെ IMFൻ്റെ സഹായം സ്വീകരിച്ച രാജ്യം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പാകിസ്ഥാനാണ്. പക്ഷേ ഈ ആയുധത്തിൻ്റെ കൂടുതൽ മെച്ചപ്പെട്ട മിസൈൽ സംവിധാനങ്ങൾ പരീക്ഷിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അത്തരം മിസൈലുകൾ പാകിസ്ഥാന്റെ ഭാഗത്തുണ്ടെങ്കിൽ അത് ലോകത്തിന് വലിയ ഭീഷണിയാണ് എന്നുള്ള അടിസ്ഥാനത്തിൽ ഹെക്സേത്ത് തന്നെ അഭിപ്രായ പ്രകടനം നടത്തിയിട്ടുണ്ട്. അത് വളരെ വാസ്തവമായ കാര്യമാണ്. ഇപ്പോൾ RP നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭീകരവാദികൾ ശക്തമായി നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് ഒരു ഭരണ അസ്ഥിരതയുണ്ടായാൽ ഈ ആണവായുധങ്ങൾ ഭീകരവാദികളുടെ കയ്യിലേക്ക് എത്തിപ്പെട്ടാൽ ചെറിയ മിസൈലുകൾ മതി അവർക്ക് ഒരു 10 കിലോയോ അല്ലെങ്കിൽ 5 കിലോ ഉൾപ്പെടുന്ന ഒരു വാർ ഹെഡ് പ്രിപ്പയർ ചെയ്യാൻ കഴിഞ്ഞാൽ പോലും മറ്റ് രാജ്യങ്ങൾക്ക് അതൊരു വലിയ ഭീഷണിയായി മാറും. ഭ്രാന്തന്മാർ ചെയ്യുകയും ചെയ്യും. അതെ, തീർച്ചയായും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പടിഞ്ഞാറ് ഭാഗത്തോട്ട്, ഭാരതത്തിൻ്റെ പടിഞ്ഞാറോട്ട് നോക്കുമ്പോൾ നമുക്ക് ഒട്ടും ആശാവഹമായ കാര്യങ്ങളല്ല ഇപ്പം നടക്കുന്നത്. അവിടെ ഒരിടത്തും ഒരു സുസ്ഥിരമായ ഭരണവ്യവസ്ഥ ഇപ്പോഴില്ല. അങ്ങേയറ്റത്ത് ഇപ്പോൾ ഇറാനിൽ വരെ അത് വ്യാപിച്ചിരിക്കുന്നു, ഈ അസ്ഥിരത ഇല്ലേ? അത് നമുക്ക് വലിയ ഭീഷണിയാണ്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ 3 തരത്തിലുള്ള ഭീഷണി നേരിടുകയാണ്. ഒന്ന് സാമ്പത്തികാവസ്ഥ, 2 മിലിട്ടറിയുടെ കടന്നുകയറ്റം. സകല മേഖലകളിലേക്ക് മിലിട്ടറി കടന്നു കയറുന്നു എന്ന് മാത്രമല്ല, ആ മിലിട്ടറിയെ ഉള്ളിൽ നിന്ന് ചെതലരിക്കുന്നത് പോലെ അവസാനിപ്പിക്കുന്ന തരത്തിൽ അഴിമതി കടന്നു കയറിയിട്ടുണ്ട്. അത് 2ാമത്തെ ഭീഷണി. 3ാമത്തെ ഭീഷണി ഈ രാഷ്ട്രീയ അസ്ഥിരതയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫൻസ് മിനിസ്റ്റർ ജോലി ചെയ്യുന്നത്, പാകിസ്ഥാൻ്റെ പ്രതിരോധ മന്ത്രി ജോലി ചെയ്യുന്നത് പാകിസ്ഥാൻ പട്ടാള മേധാവിയുടെ കീഴിലാണ്, അല്ലാതെ തിരിച്ചല്ല. അപ്പോൾ ആ സ്ഥിതിയിൽ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അവിടുത്തെ രാഷ്ട്രീയം അങ്ങനെയായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു രാജ്യം അധികകാലം പോവില്ല എന്നുള്ള വലിയ ആശങ്കയുണ്ട്. പിന്നെ ഈ യുദ്ധത്തിൻ്റെ ഇമ്പാക്റ്റ് എന്നുള്ള നിലയിൽ ഞാൻ ഇപ്പം നോക്കിയപ്പോൾ പാകിസ്ഥാനിലെ പെട്രോളിൻ്റെ വില എന്ന് പറയുന്നത് 380 രൂപയായിട്ടുണ്ട് ഒരു ലിറ്ററിന്. 380 രൂപ. ഏറ്റവും ലാസ്റ്റ് വില വർധനവ് 55 രൂപയാണ് ഒരു ലിറ്ററിന് കൂടിയത് ഒറ്റയടിക്ക്. അപ്പോൾ ആ അർത്ഥത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ സിസ്റ്റം മൊത്തത്തിൽ തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് കാണുന്നത്. നമ്മളെ സംബന്ധിച്ച് നമ്മൾ നോക്കുന്നത് ഈ അവസ്ഥയിൽ, അതായത് 2 പ്രധാന യുദ്ധങ്ങൾ നടക്കുന്നുണ്ട്. ഒന്ന് ഇറാനുമായി ബന്ധപ്പെട്ട്, മറ്റേത് റഷ്യ-ഉക്രൈൻ വാർ നടക്കുന്നുണ്ട്. പക്ഷേ ഈ യുദ്ധങ്ങളെല്ലാം ഈ മേഖലയെ കംപ്ലീറ്റ് അസ്ഥിരമാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ പുതിയൊരു പ്രശ്നം കൂടി വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കത് അഡീഷണൽ തലവേദനയാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും ആ മേഖല എന്നതല്ല, ആ മേഖല വളരെ തന്ത്രപ്രധാനമായിട്ടുള്ളൊരു മേഖലയും കൂടിയാണ്. ഇപ്പോൾ ഹോർമൂസ് വരുന്നുണ്ട്, അത് കഴിഞ്ഞാൽ ബാബൽ അൽ മന്ദബ് വരുന്നുണ്ട്. ലോകത്തിലെ വലിയ ഒരു ട്രേഡ് കണക്ടിവിറ്റി ഈ ഭാഗത്തുകൂടെ ആകുമ്പോൾ അത് ലോകത്തിനെ മുഴുവൻ സാരമായി. ഇപ്പോൾ ഹോർമൂസ് ഇത്രയും നാൾ അടച്ചിട്ടപ്പോൾ തന്നെ ലോകത്തിൻ്റെ ഊർജ്ജ സുരക്ഷയും ലോകത്തിൻ്റെ വാണിജ്യത്തെയും അത് തകിടം മറിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വീണ്ടും നിലനിൽക്കുക, അവിടെ വീണ്ടും അസ്ഥിരമായ അവസ്ഥയിൽ കൂടി കടന്നു പോവുകയാണെങ്കിൽ, ഒരുപക്ഷെ ഹൂത്തികൾ നേരത്തെ ആക്രമണം നടത്തിയത് മാതിരി IRGCയുടെ ഒരു ആക്രമണം നിരന്തരമായിട്ട് ഈ മേഖലയിൽ കൂടി ഉണ്ടായാൽ തീർച്ചയായിട്ടും അത് ലോക സമാധാനത്തിനും ലോകത്തിൻ്റെ വാണിജ്യത്തിനും ലോകത്തിൻ്റെ സ്ഥിരതയ്ക്കും വലിയ ഭീഷണിയാണ്. തൊട്ടടുത്ത് പാകിസ്ഥാൻ കൂടി നിലനിൽക്കുമ്പോൾ, പാകിസ്ഥാനും ഇറാനും ചെറിയ രാജ്യങ്ങളല്ല, വലിയ രാജ്യങ്ങൾ കൂടിയാണ്. അതും കൂടി കണക്കിലെടുത്തും ഇതിൻ്റെ ഭൂവിസ്തൃതിയും കൂടെ കണക്കിലെടുക്കുമ്പോൾ അത് വലിയ ഒരു അളവിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുവാനുള്ളൊരു സാധ്യതയുണ്ട്. തൊട്ടടുത്തുള്ള രാജ്യങ്ങളെ, ഇപ്പോൾ ഇന്ത്യയേക്കാൾ കൂടുതൽ അത് അഫ്ഗാനിസ്ഥാനെ ബാധിക്കും. അങ്ങനെ പല രാജ്യങ്ങളെയും ഇത് ബാധിക്കാൻ. ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ ഭീകരവാദികളാണ്, താലിബാനാണ് ഭരണം നടത്തുന്നെങ്കിലും അവരുടെ കയ്യിൽ ആണവായുധങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പോൾ ഇത് ഒരു ആശ്വാസമാണ്. എന്നാൽ പോലും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ആണവായുധമുണ്ട്, അതൊരു ഭീകരവാദ രാജ്യമാണ്. ഇതൊക്കെ കണക്കിലെടുക്കുമ്പോൾ വലിയ പ്രശ്നം തന്നെയാണ്, വലിയൊരു അസ്ഥിരതയാണ്. പക്ഷേ നമ്മൾ പരമാവധി പുതിയ പുതിയ മേഖലകളെ, അതായത് ഒരു വശത്ത് ഈ പറയുന്ന ഇങ്ങനെ വലിയ അസ്ഥിരത പടരുമ്പോഴാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി യൂറോപ്പിൽ ചെല്ലുന്നത്, ഒന്നിന് പുറകെ ഒന്നായിട്ട് ഉടമ്പടികൾ എഴുതി ഒപ്പിട്ട് പോകുന്നത്. മറുവശത്ത് റഷ്യയിലേക്ക് അജിത് ഡോവൽ പോകുന്നു.
അദ്ദേഹം താലിബാൻ ഭരണകൂടവുമായിട്ട് ചർച്ച നടത്തുന്നു, റഷ്യൻ ഭരണകൂടവുമായിട്ട് ചർച്ച നടത്തുന്നു, റഷ്യയും താലിബാനും ഒന്നിക്കുന്നു, ഇതിൻ്റെ പിന്നിൽ ഭാരതമാണ് എന്ന് പറയുന്നു. അങ്ങനെ കുറേ കാര്യങ്ങൾ ഡെവലപ്മെൻറ്റ്സ് നടക്കുന്നുണ്ട്. ഭാരതം പുതിയ ഈ അന്തരീക്ഷവുമായിട്ട് പൊരുത്തപ്പെട്ട് ബാലൻസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുമുണ്ട്. ലോകത്തിന് ഇപ്പോൾ ഉറപ്പായി കഴിഞ്ഞു, ഭാരതത്തിന് മാത്രമേ ഒരുപക്ഷെ കുറച്ചും കൂടി കടന്ന് സാംസ്കാരികമായി കൂടി കടന്നു കയറിപ്പോയാൽ തീർച്ചയായിട്ടും ലോക സമാധാനത്തിന് ഭാരതം ഒരു മുതൽക്കൂട്ടാണ് എന്ന് ലോകം ഇപ്പോൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഭാരതം അതുകൊണ്ടാണ് ഇപ്പോൾ മാർക്കോ റൂബിയോ ഇന്ത്യയിൽ വന്നിട്ട് ഓപ്പണായിട്ടാണ്, ഇതൊരിക്കലും അത്ര ഇതായിട്ട് അമേരിക്ക തുറന്ന് പറഞ്ഞിട്ടില്ല, ഭാരതത്തിൽ വന്നതിന് ശേഷം പാകിസ്ഥാൻ ഒരു ഭീകരവാദ രാജ്യമാണ് എന്ന് മാർക്കോ റൂബിയോ തുറന്നു പറയുകയാണ്. അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് സാംഗ്ല ഡയലോഗിൽ പോയിട്ട് അവിടെ ചെന്ന് വീണ്ടും ഈ കാര്യം തുറന്ന് സമ്മതിക്കുന്നത്. ഭാരതത്തിൻ്റെ അക്ഷരാർത്ഥത്തിൽ ഭാരതത്തിൻ്റെ കാല് പിടിക്കുകയായിരുന്നു മാർക്കോ റൂബിയോ വന്നതിന് ശേഷം. ഇത് യൂറോപ്പിൻ്റെ വലിയ ഇൻഫ്ലുവൻസ് ഇതിൻ്റെ പിന്നിലുണ്ട്. ഇപ്പോൾ ബ്രിട്ടൻ്റെ ആയാലും ഫ്രാൻസിൻ്റെ ആയാലും ഒക്കെ, അതോടൊപ്പം ഓസ്ട്രേലിയ, ഭാരതം കൃത്യമായ സന്ദേശം കൊടുക്കുകയും ചെയ്യും. അതെ അതെ അതെ, വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു രാജ്യമാണ് എന്ന സന്ദേശം പല രീതിയിലും ഒരു സ്ട്രാറ്റജിക്കൽ ഇൻഡിസ്പെൻസിബിൾ പാർട്ട്ണറായിട്ട് ഇന്ത്യയെ മാറ്റുവാൻ വേണ്ടിയിട്ടായിരുന്നു അവർ ശ്രമം നടത്തിയത്. ഈ ഒരു ക്രൈസിസിൽ തീർച്ചയായിട്ടും ഭാരതത്തിൻ്റെതായ ആ ഒരു മാറുന്ന ലോകത്തിനനുസരിച്ച് ഭാരതത്തിൻ്റെ രാജ്യ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ചെയ്യാവുന്നതെല്ലാം ചെയ്യുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഈ അസ്ഥിരത കൂടുതൽ പ്രദേശങ്ങളിലേക്ക് പടരുന്നത് ഭാരതത്തിന് പുതിയ തലവേദന ഉണ്ടാക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇതൊരു അന്താരാഷ്ട്ര ലെവലിൽ, ഒരു ഇൻ്റർനാഷണൽ ലെവലിൽ ഒരു രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മ ഇതിൻ്റെ പിന്നിൽ ഉണ്ടാകും എന്നാണ് തോന്നുന്നത്. എനിക്ക് ഇസ്രായേൽ, ഭാരതം, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളുടെയൊക്കെ ഒരു ശക്തമായ കൂട്ടായ്മ ഉണ്ടാകും. ഭാരതം അതിന് നേതൃത്വം കൊടുക്കുകയും ചെയ്യുമെന്നാണ് തോന്നുന്നത്. കാരണം ഈ ഭീകരവാദം ഇതെല്ലാം ഉരുത്തിരിഞ്ഞു വരുന്നത് ആ ഒരു രീതിയിലേക്കാണ് എന്ന് തോന്നുന്നുണ്ട്. തീർച്ചയായും അതൊരു ലോക സമാധാനത്തിലേക്ക്, പുതിയൊരു ലോകക്രമത്തിലേക്കായിരിക്കും. ഇതൊരു പുതിയ ഇത്രയും നാൾ ഉണ്ടായിരുന്നത് പോലെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ എത്ര കാലത്തോളമാണ് ഈ സാമ്രാജ്യത്വ ശക്തികൾ ലോകത്തെ അടക്കി ഭരിച്ചത്. ഇപ്പോൾ അമേരിക്ക ആയാലും ബ്രിട്ടൻ ആയാലും ഒക്കെ മറ്റൊരു രാജ്യത്തിൻ്റെ സമ്പത്ത് കൊണ്ട് ജീവിക്കാൻ ആഗ്രഹിച്ച രാജ്യങ്ങളാണ്. പക്ഷേ ഭാരതത്തിൻ്റെ അവസ്ഥ അങ്ങനെയല്ല. കാലങ്ങളോളം ഭാരതം ലോകത്തിൻ്റെ നെറുകയിലായിരുന്ന സമയത്ത് പോലും, ഇവൻ ചൈന പോലും നിരവധി കാലം പറഞ്ഞിരുന്നൊരു വാക്യമുണ്ട്, ഭാരതം ഞങ്ങളെ കാലങ്ങളോളം അടക്കി ഭരിക്കുകയായിരുന്നു, പക്ഷെ ഒരൊറ്റ സൈനികനെ പോലും ഭാരതം ചൈനയിലേക്ക് അയച്ചിരുന്നില്ല എന്ന തരത്തിലൊരു സ്റ്റേറ്റ്മെന്റ് പറയുന്നതായിട്ട് സാംസ്കാരികമായിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസ് ആയിരുന്നു. അതെ അതെ. ഇപ്പോൾ ബ്രിട്ടനിലെ ഇന്ത്യൻ ഒറിജിൻ, അതായത് നമ്മുടെ ഇന്ത്യൻ വംശജനായ ബ്രിട്ടനിലെ സീനിയർ രാഷ്ട്രീയക്കാരനുണ്ട്, കെയ്ത്ത് വൈസ് എന്ന മറ്റോ, അദ്ദേഹം കോഹിനൂർ രത്നം ഇന്ത്യക്ക് തിരിച്ചു കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കോഹിനൂർ ഇന്ത്യക്ക് തിരിച്ചു കൊടുക്കണം. ഒരുപക്ഷെ വർഷങ്ങൾ മുമ്പ് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല ഒരു ബ്രിട്ടീഷ് പൊളിറ്റീഷ്യൻ ഇത് ആവശ്യപ്പെടുന്നത്. പക്ഷേ ആ രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ട്. പക്ഷേ ലോകത്താകെ പടരുന്ന ഈ അശാന്തി, അത് ഞാൻ വീണ്ടും പറയുകയാണ്, ഭാരതത്തിന് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ഇത് ഭാരതം എങ്ങനെ നേരിടുന്നു, എങ്ങനെ ഇതിൽ നിന്ന് ഭാരതത്തിൻ്റെ രാജ്യ താല്പര്യങ്ങൾ നമ്മൾ സംരക്ഷിക്കുന്നു എന്നുള്ള ആ ഒരു മാജിക്കാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമസ്കാരം.